നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ലിറ്റിൽ കപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉയരം കുറഞ്ഞവർ നമുക്ക് എല്ലാവർക്കും അറിയാലോ, അത് അവരുടെ കുറ്റം കൊണ്ടൊന്നുമല്ല. അവർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നാട്ടുകാർക്ക് എന്തിൻ്റെ അസുഖമാണ്. നാട്ടുകാരല്ലട്ടാ, ഏതോ ഒരു വേട്ടാവളിയൻ, അവൻ ഏതിൻ്റെ അസുഖമാണ്, ഉയരക്കുറവിനെ അവൻ വളരെയധികം മോശമായിട്ടാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവരുടെ കുറ്റമല്ല, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, അവരെ ഇവിടുന്ന് പോയിട്ട് ഇത് കൊണ്ടുവന്നതൊന്നുമല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അവർ വളരെയധികം സന്തോഷകരമായിട്ട് ജീവിക്കുന്നു, അവരുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തുന്നു. അതിനെന്ന് പറയുന്നത് ഇവന് കണ്ണ് കടിച്ചിട്ടാണോ എന്നറിയില്ല, ഇനി ഇവരെ അറിയുന്ന ആൾക്കാരാണോ എന്നറിയില്ല, ഇവരുടെ നാട്ടുകാരാണോ എന്നറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവന് നല്ല രീതിയിലുള്ള കണ്ണ് കടിയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും. അതുകൊണ്ടാണല്ലോ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ കമൻറ്റ് രൂപത്തിൽ ഇതുപോലെ അങ്ങ് എഴുതിയിട്ട് കഴിഞ്ഞാൽ അവൻ കുറച്ച് പ്രയാസപ്പെടട്ടെ, അവൻ കുറച്ച് ഇങ്ങനെ ആകട്ടെ, അങ്ങനെ അവൻ്റെ പ്രയാസം കാണുമ്പോൾ ഇവനൊരു സന്തോഷം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവനാണെങ്കിൽ ഇതിൻ്റെ പ്രൊഫൈൽ പിക്ചറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമായിട്ട് നിൽക്കുന്ന പ്രൊഫൈൽ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കറ ആ കുടുംബത്തിനുള്ള അവസ്ഥ. അവരുടെ പിന്നെ അവൻ്റെ ഇവനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അവർ വരെ പൊറുതിമുട്ടിയിട്ടുണ്ടാവുക. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടിട്ട് വരാം, എന്താ സംഭവം എന്നറിയാലോ. അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ വന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഞങ്ങൾ 2-3 ദിവസമായിട്ട് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. വീഡിയോ കുറേ ദിവസം ഇടാത്ത ഒരു സുനിൽ കുമാർ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ FBയിൽ ഒരു തവണ കുള്ളാന്ന് ഇട്ടു കമൻറ്റിൽ. അത് ഞാൻ വിട്ടേച്ചു, കമൻറ്റ് അവിടെ ഇട്ടേച്ചു, ഡിലീറ്റ് ഒന്നും ചെയ്തില്ല. അപ്പം അതിനെതിരെ ഒരുപാട് പേര് പ്രതികരിച്ചു. ആ പ്രതികരിച്ചവരോടൊക്കെ വേറെ എന്തോ രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളും ഇട്ട് ഞാൻ കുറേ മെസ്സേജ് ഐഡ് ചെയ്ത് വെച്ചു, ഡിലീറ്റും ചെയ്തു. ഇങ്ങനെ കുറേ തവണ കുള്ളാന്ന് വെക്കുമ്പോൾ എന്താടോ സുനിൽകുമാറെ നന്നാവാതെ, തനിക്കിനി നേരം വെളുത്തില്ലേ? എന്തൊരവസ്ഥയായത്. അല്ല സുനിൽകുമാറെ, നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടാ? ഇനി ഒരു ജോലി ഇല്ലെങ്കിൽ നീ ഒരു കാര്യം എന്നെ കോണ്ടാക്ട് ചെയ്യും, ഞാൻ നിനക്കൊരു ജോലി തരാം. അതായത് ഒരു മനുഷ്യൻ എന്തിനാണോ ഇങ്ങനെ വല്ല പേരും വിളിച്ച് ഇതുപോലെ കമൻറ്റ് കൂട്ടിട്ട്, എന്തൊരു ജീവിതമാണടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുപോലെ ഈ സുനിൽകുമാരന്മാർ ഒരാൾ മാത്രമല്ല, ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചിരിക്കണം, അതുപോലെ അവർക്ക് പേരിടണം. കാരണം പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹിച്ചതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ദിലീപൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കഥാപാത്രം എടുത്ത് ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മൾ സഹിച്ചതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് മോനെ സുനിൽകുമാറെ 8ൻ്റെ പണിയാ കിട്ടുക. ഇമാതിരി തോന്നിയവാസവും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് 8ൻ്റെ പണി കിട്ടുമെന്നേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഇമാതിരി തോന്നിയവാസം നീ കളിക്കരുത്. നിന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ മിണ്ടാപ്രാണില്ല, അവർ നല്ല മനുഷ്യരാണ്. നിന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവരുടേതായ ജീവിതം ജീവിക്കുന്നു. അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട്, പിന്നെ അവർക്ക് ഈ ഉയരം കുറഞ്ഞു പോയത് അത് അവരുടെ കുറ്റമല്ല, അവരുടെ കുറ്റവുമല്ല. അതുപോലെ നിനക്ക് ഉയരം തന്നതും നിന്റെ കുറ്റവുമല്ല. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. പിന്നെ നീ പറയുന്ന പോലെ ഇപ്പോൾ പല പേരുകളിൽ ഇങ്ങനെ ഇട്ട് വിളിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ നീ ഒന്ന് നോക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നിനക്കും ഉണ്ടാവില്ലേ ചിലപ്പോഴേ, നിനക്കൊരു കുടുംബം ഉണ്ടാവില്ലേ, നീ അങ്ങ് പൊട്ടിമുളച്ച് വന്നതൊന്നും ആയിരിക്കില്ലല്ലോ. നിനക്ക് ചിലപ്പോൾ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ഭാര്യ ഉണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, സഹോദരി ഉണ്ടാകും. പിന്നെ എന്താ നിൻ്റെ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള സുനിൽകുമാരന്മാരെ നമ്മൾ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇതുപോലെ പ്രതികരിക്കണം. അതായത് അവനെയൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഇവനെ ഫോൺ ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളിലുണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. കാരണം മുഖമൊന്നും കാണിക്കാൻ ഇവൻ മനക്കെടുന്നില്ല, എന്നാലും ഏകദേശം ഇവൻ്റെ മുഖം എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. ഏതായാലും അതും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഈ ചേട്ടനെ പേഴ്സണലി മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞ് വീഡിയോ കോൾ വിളിച്ച റെക്കോർഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ ഈ ഒരു വീഡിയോയിൽ തന്നെ വരും. ഹലോ ചേട്ടാ, ഇതൊരു മര്യാദ ഇല്ലാത്ത ഏർപ്പാടല്ലേ? കുഴപ്പമില്ല അവസാനിച്ചു. അല്ലേ, അതൊരു മര്യാദ ഇല്ലാത്ത ഏർപ്പാടല്ലേ? ആദ്യം വിളിച്ചപ്പോൾ ആശാൻ കട്ട് ചെയ്ത്, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി അവർ വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ സാധാ ഒരു പേജിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. 3 തവണ കുള്ളാന്നും പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഹലോ, അല്ലെങ്കിൽ ലിറ്റിൽ കപ്പിൾസ്, എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്, നിങ്ങളെ വീഡിയോ ഞാൻ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ ആർക്കെങ്കിലും അയക്കുമ്പോൾ നമ്മൾ ഹലോ ഹായ് എന്നൊക്കെ അല്ലേ. ഇത് കുള്ള 3 പ്രാവശ്യം കുള്ളാന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാനിതൊക്കെ ഇതുവരെ ഞാനൊരു വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇന്ന ആൾക്കാരാ മെസ്സേജ് അയക്കുന്നത്, ഇന്നവരാണ് തോന്നുന്നു.
പക്ഷെ ഇനി ഞാൻ പ്രതികരിക്കും. എത്രാന്ന് വെച്ചാൽ അതായത് ഇവരുടെ മാന്യത കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവൻ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടെ, അവൻ്റെ ഫാമിലിക്കൊന്നും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവനെ ഇനി വിളിച്ചിട്ട് അവൻ്റെ ഫാമിലിക്ക് നമ്മളിനി ഒരു ഇതാകുന്നില്ല എന്നുള്ള തരത്തിൽ ഇവർ രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ എന്താ വെച്ചാൽ പറയാറില്ല, പേര് പറയാറില്ല. പക്ഷേ ഇത് സഹി കെട്ടപ്പോഴാണ് ഇവനിപ്പോഴും പല പേരിലും വന്നിട്ടാണ് വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് പല പേരിലും വന്നിട്ട് ഇവൻ ഇത് മാത്രമേ വിളിക്കുന്നുള്ളൂ. ഈ ഉയരക്കുറവിനെ പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഒരുപാട് സംശയങ്ങളാണ്. ഇപ്പം നമ്മളെ പക്രു ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പക്രു ചേട്ടൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിലയിൽ നല്ല അടിപൊളിയായിട്ടാണ് ജീവിക്കുന്ന അങ്ങേര്. ഇത് കണ്ടിട്ട് പോലും കണ്ണു കടിക്കുന്ന കുറേ കൂട്ടരുണ്ടായിരുന്നു. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും പക്രു ചേട്ടൻ അവരുടെയൊക്കെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡും കൊടുക്കാതെ അവസാനം അവന്മാരുടെ കണ്ടം വഴി ഓടുക ചെയ്തത്. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ പ്രതികരിക്കേണ്ട എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം കുറേ കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവന്മാർ ഓടിക്കോളും. ഈ പ്രതികരിച്ച് കഴിഞ്ഞാൽ യുവമാർക്ക് ഇത് തന്നെയാണ് ഇത്. കാരണം നിങ്ങളുടെ വളർച്ചയെ, അതായത് നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന പേരുകൾ, അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്നവർ തന്നെയാണ്. പിന്നെ ഇവനായിട്ട് ഇങ്ങനെയുള്ള ഒരുത്തന് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി കളയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് വെറുതെ ഇവനൊക്കെ നമ്മൾ മറുപടി കൊടുക്കുന്നത്? അതുപോലെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംശയങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കല്യാണം അയ്യോ ഉയരക്കുറച്ച് അവന് പെണ്ണ് കിട്ടി, എനിക്കാണെങ്കിൽ ഇത്രയായിട്ട് പെണ്ണ് കിട്ടുന്നില്ല, അയ്യോ അവനൊക്കെ എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയരോഗികളും നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഇവർക്കൊക്കെ വേറെ ഒരു ഇതുമില്ല, ഒരു തൊഴിലുമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം പോലെ ഇങ്ങനെ നോക്കല. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ സമൂഹമാണ് ഇങ്ങനെ ആക്കിയത്. എന്താണെന്ന് വെച്ചാൽ സർക്കസ് കാണാൻ ഞാൻ പോകാറില്ല. കാരണം എന്താണെന്നറിയാം, അതിൻ്റെ അകത്തുള്ള കോമാളികൾ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുമ്പോൾ നമുക്കൊരുപാട് വിഷമം തോന്നാറുണ്ട്. കാരണം അവരുടെ ആ ഉയരക്കുറവാണ് അവർ ഇന്നേ ആ ഒരു സ്ഥിതിയിലാക്കിയത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്കതൊരു തൊഴിൽ തന്നെയാണെങ്കിലും അത് അവർക്കൊരു തൊഴിലാണ്, അവർക്കതിൻ്റെ ജീവിത മാർഗമാണ്. എന്നാലും അവരെ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കസ് എന്ന് പറയുന്ന ഏർപ്പാടിന് ഞാൻ പോകാത്തത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതായത് നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ സിനിമ ജോക്കറൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോഴേ അതൊക്കെ തെറ്റായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളുണ്ട്. അതാരും ചിന്തിക്കുന്നില്ലല്ലോ, ഒരു മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ല. അതായത് ദിലീപായാലും ദിലീപിന് ഇപ്പോഴും കുറ്റബോധമുണ്ടെന്ന് ദിലീപ് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ പിന്നെ എന്താ പറയേണ്ടത്, നമുക്ക് എല്ലാവർക്കും ഒരേ ജോക്കർ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ അകത്ത് ഇതുപോലൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറെ ഏതോ ഒരു സിനിമയുണ്ടല്ലോ, കുഞ്ഞിക്കൂനൻ, ഇങ്ങനെയുള്ള സിനിമകൾ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ലടോ ബിനിയൻ സാർ അത്ഭുത ദ്വീപ് എടുക്കുമ്പോൾ നിൻ്റെ കണ്ണെടിയാ പോയിന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ബിനിയൻ സാർ അത്ഭുത ദ്വീപ് എടുത്തത് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്രൗഡാണ് അവർ. ഒരു 300ഓളം ഇതേപോലെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. പലരെയും പരിചയപ്പെടുത്താനും അതും അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാനുമാണ് വിനയൻ സാറ് ശ്രമിച്ചത്. അല്ലാതെ ഒരിക്കലും അവരെ കുറവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. വിനയൻ സാറ് വേറൊരു കാര്യം കൂടി ചെയ്തു, അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അതായത് പക്രു എന്ന് പറയുന്ന ഒരാളെ ഇവർക്കും പൊങ്ങി വരാം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സാജൻ സാഗര, ഇങ്ങനെയുള്ള ഒരുപാട് പേരെ ഇവർക്കും പൊങ്ങി വരാം എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. അതായത് പണ്ട് മേള എന്ന് പറയുന്ന ഒരു സിനിമ 1979 അതിൻ്റെ ഷൂട്ടിങ്. അന്ന് രഘു എന്ന് പറയുന്ന ഒരാളാണ് അതിനെ മേളയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ആലോചിച്ച് നോക്കണം, മമ്മൂട്ടി വരെ അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂട്ടി ഇയാളുടെ അതായത് ഒരു സഹനടനായിട്ട് അഭിനയിക്കുമ്പോൾ ഇയാൾ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നായകനായിരുന്നു. പക്ഷെ പിന്നീട് അയാൾക്ക് എന്ന് പറയുന്നത് കൂടുതൽ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അയാൾ ദരിദ്രനായിട്ട് തന്നെയാണ് മരിച്ചത് എന്നുള്ളതാണ്. ഏതായാലും എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആൾക്കാരെ മൈൻഡ് ചെയ്യേണ്ട. ജീവിക്കണോ, ജീവിക്കുക, അത്ര തന്നെയായിരുന്നു. നന്ദി, നമസ്കാരം.